ഹായ് ഗായ്സ്, എനിക്കും കിട്ടിയൊരു സിൽവർ പ്ലേ ബട്ടൺ. അതെൻ്റെ ആഗ്രഹമാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്കും കിട്ടും. ഇതൊരു മിനി സിൽവർ പ്ലേ ബട്ടനാണ്. ഇതെൻ്റെ സ്വന്തം മെയ്ഡാണ്. ഇത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത്, ഇത് ജസ്റ്റ് ഒരു കല്യാണ കത്താണ് കേട്ടോ, കാർഡ്ബോർഡൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഇതുപോലെ വരച്ചെടുത്തു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, ഇതേ രീതിയിൽ വരച്ചെടുക്കുക കേട്ടോ. നടുവിലല്ല, ഒരു സൈഡ് നമ്മൾ യൂട്യൂബിൻ്റെ സിമ്പിൾ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിൽ കാണുന്ന ഈ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒരു ബോക്സ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ മടക്കി കൊടുക്കുക. ഏത് സമയത്തൊക്കെയാണോ നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടുക. നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്തായാലും ഇതൊക്കെ കിട്ടുള്ളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ മടക്കി കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കുക, ഒരു മിനി പ്ലേ ബട്ടനാണ്. എല്ലാ സൈഡ് നല്ല രീതിയിൽ മടക്കിയെടുത്താൽ ബോക്സായി കിട്ടും. എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും കിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ആശ്വസിച്ചിരിക്കുകയാണ്. അതുപോലെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ ബട്ടനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സമൃദ്ധി അടയുക. ഓക്കെ. ഇതെന്താ മടക്കി തീരണില്ല, ഒന്ന് വേഗം മടക്കൂ. വേഗം മടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ മടക്കണേ, പിന്നെ ആരോടെ ഞാൻ വേഗം മടക്കാൻ പറയുന്നത്. മടക്കി തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പോൾ ബോക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കട്ടെ. ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യം പഠിച്ച്. ഒന്ന് സിൽവർ പ്ലേ ബട്ടൺ ഉണ്ടാക്കാനും പിന്നെ ചെറിയ ബോക്സ് ഉണ്ടാക്കാനും പഠിച്ചു. ഇത് വലുതായിട്ട് ഉണ്ടാക്കട്ടെ, ചെറുത് മാത്രമല്ല വലുതായിട്ട് ഉണ്ടാക്കുക. ഇനി ഇതിൽ കുറച്ച് പണിയുണ്ട്. നമുക്കൊരു സിൽവർ കളർ അവിടെ ഒട്ടിക്കാനുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു കേക്കിൻ്റെ കവറാണ്. അതിൽ ബാക്ക് സൈഡിൽ സിൽവർ കണ്ടപ്പോൾ ഞാൻ മെല്ലെ അതുകൊണ്ട് എടുത്തു. കളയാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡിലായിട്ട് ഒട്ടിക്കേണ്ടത്, അത് ഓട്ടിലെടുത്ത് ഒട്ടിക്കരുതേ, അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടാപ്പ് അല്ലെങ്കിൽ ഗമ്മ തേച്ച് ഒട്ടിക്കുക. പക്ഷേ കവറായതുകൊണ്ട് ഒട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിലിങ്ങനെ സിൽവർ വന്നു. ഇനിയും പണിയുണ്ട് കേട്ടോ, ഇപ്പോൾ ഇതൊന്നും ആവില്ല, കുറച്ച് പണിയുണ്ട്. ഇത് കണ്ടില്ലേ, ആ പേപ്പറിൽ നിന്ന് തന്നെ ആ കവറിൽ തന്നെ ജസ്റ്റ് കുഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ത്രികോണം വെട്ടിയെടുത്തു. നമുക്ക് കറക്റ്റ് പ്ലേ ബട്ടൻ്റെ ലുക്ക് വേണ്ടേ, അപ്പോൾ അത് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടപ്പോൾ അതിങ്ങനെ 3D ലുക്കായിട്ട് വന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുത്ത്. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ചെറുതായിട്ട് പ്ലേ ബട്ടൻ്റെ ഉള്ളിലുള്ള മോഡൽ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ കേക്കിൻ്റെ കവർ എടുത്ത് ഇങ്ങനെ നേരത്തെ വെട്ടിയ പോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്തു. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതും ഇതുപോലെ മടക്കിയെടുക്കണം കേട്ടോ. ബോക്സാക്കി കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല മാറ്റം. ഈ എഡ്ജൊക്കെ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കണം, എല്ലാ ഭാഗവും. നമ്മൾ നേരത്തെ ആ പീസിൽ എങ്ങനെയാണോ മടക്കിയത് അതേ രീതിയിൽ ഇതും മടക്കി കൊടുക്കുക. യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ ടൈം പിടിക്കും. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടണില്ല, അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. അതിങ്ങനെ കാണുമ്പോൾ അതൊരു സന്തോഷം. ഹായ്, എന്താ രസം. എന്നാണ് അത് സഫലമാകുക എന്നൊന്നും അറിയില്ല, എന്നാലും ഒരു സന്തോഷം. ഇങ്ങനെ നമ്മളെല്ലാ സൈഡും മടക്കി എടുത്തിട്ടോ.
ഇനി ഇതാണ് നമ്മൾ നമ്മുടെ ബോക്സിൽ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണേ. ശരിക്കും ഒരു കണ്ണാടി പോലെ എനിക്ക് തോന്നും കേട്ടോ. അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു കേക്കിൻ്റെ കവറായിരുന്നു. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്താൽ നമ്മുടെ പ്ലേ ബട്ടൺ റെഡി. പക്ഷേ അതിന് മുൻപ് നമുക്ക് ആ ബോക്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. ബോക്സ് ഒട്ടിച്ച് കഴിഞ്ഞാലാണ് അത് നടക്കുള്ളൂ. നമ്മളിനി ആ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കുക. അത് ഞാൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ടാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നീറ്റാവും. ഞാൻ ടാപ്പ് വെച്ചിട്ട് ഇതാ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതാ സിൽവറിൻ്റെ ഈ പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് എന്ത് ഗമ്മായിട്ടാണ് ഒട്ടിക്കാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒട്ടിച്ചത് ടാപ്പ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ മിനി സിൽവർ പ്ലേ ബട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടട്ടെ. ഇതുപോലെ ചുമരുമ്പോൾ തൂക്കാൻ എന്നാണ് നമുക്ക് പറ്റുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേഗം ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ കിട്ടുള്ളൂ. ഇനി എല്ലാവരും നമ്മുടെ പ്ലേ ബട്ടൺ ഒന്ന് ഉണ്ടാക്കി കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.